വയസ്സ് 19. കാഴ്ചയിൽ ഒരു 22-23 പറയും. സുന്ദരൻ, സുശീലൻ എന്നൊക്കെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയാൻ കാരണം എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേരാണ് സുശീലൻ. അതാണ് എപ്പോഴും എനിക്ക് പാരയാക്കുന്ന എൻ്റെ പേര്. അച്ഛനങ്ങ് ദുബായിലാണ്, തന്തപ്പടി ഗൾഫിലാണെങ്കിൽ മകൾക്കതിൻ്റെ ഒരു അഹങ്കാരം വേണമെന്നാണല്ലോ പണ്ടേയുള്ള രീതി. ഞാനും അക്കാര്യത്തിൽ പിറകോട്ടല്ലാട്ടോ. ഇപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അയൽവക്കത്ത് താമസിക്കാനെത്തിയ ആ കുടുംബത്തെക്കുറിച്ചാണ്. ആ വീട്ടിലെ ആൻറ്റിയെയും മോളെയും കുറിച്ചാണ്. അതിനു മുൻപ് ആ കുടുംബത്തെ ആകെ മൊത്തം ഒന്നറിയണമല്ലോ. സിറ്റിയിൽ ഒരു വലിയ പലചരക്ക് കട നടത്തുന്ന രവിയും വീട്ടമ്മ രേവതിയും മകൾ ആതിരയുമാണ് അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. തൊട്ടയൽപക്കമായതിനാൽ അമ്മയും രേവതി ആൻറ്റിയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല കമ്പനിയായി. രേവതി ആൻറ്റിക്ക് അമ്മയുടെ ഏതാണ്ടും അത്രയും തന്നെ പ്രായം കാണുമെങ്കിലും കാഴ്ചയിൽ വളരെ ചെറുപ്പമായിട്ടേ തോന്നൂ. അവരെ കാണാൻ നല്ല ഭംഗിയാണ്. അഹങ്കാരം ഒട്ടുമില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. ചേച്ചിയുടെ ഭർത്താവ് രവിയങ്കളാണെങ്കിലും ആള് മോശമല്ല. എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ടാകുമെങ്കിലും കാഴ്ചയിൽ ആളും ചെറുപ്പമാണ്. ചുരുക്കത്തിൽ അച്ഛനും അമ്മയും മോളും സുന്ദരന്മാരായ ഒരു കുടുംബം. രേവതി ആൻറ്റിയുടെ മകൾ ആതിരയാണെങ്കിൽ അമ്മയെ വാർത്തു വെച്ചിരിക്കുകയാണ്. ഒരു സിനിമയിൽ രേവതി ആൻറ്റിയെ കാണിക്കാൻ ആതിരയെ കാസ്റ്റ് ചെയ്താൽ ആ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് അവാർഡ് ഉറപ്പാ. അത്രയ്ക്കാ മാച്ചിങ്. ഇത്രയും ഭംഗിയുള്ള അവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എനിക്ക് അവരുമായി അടുക്കാൻ ഒരു സൗകര്യം കിട്ടി. അത് മറ്റൊന്നുമല്ല, അവരുടെ കുക്കിംഗ് ഗ്യാസ് തീർന്നു പോയി. അവർക്ക് പുതിയ സിലിണ്ടർ കിട്ടണമെങ്കിൽ കണക്ഷൻ അങ്ങോട്ട് മാറ്റണം. അവർ തൃശ്ശൂരാണ് താമസിച്ചിരുന്നത്. പക്ഷേ കൊടുത്തിട്ടുണ്ടെങ്കിലും 3-4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിറ ഗ്യാസ് ഏജൻസികൾക്ക് മാത്രമേ വാഹനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ. അതുകൊണ്ടവർ അവരുടെ നിറ ഗ്യാസ് കസിൻ്റെ വീട്ടിൽ കൊടുത്തിട്ട് കാലി ഗ്യാസുമായിട്ടാണ് വന്നത്. ഒരു സിലിണ്ടറിൽ അല്പസ്വല്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലെയും ഇന്നും കുക്കിംഗ് നടന്നത്. രേവതി ആൻറ്റി വന്ന് അമ്മയോട് ഗ്യാസ് ചോദിച്ചു. ഗ്യാസ് കൊടുത്തതിനൊപ്പം അത് ഫിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തവും എനിക്കായി. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് ആദ്യം കയറി ചെല്ലാൻ ഇടയായത്. ഞാൻ ഗ്യാസും എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ആതിര അവളുടെ മുറിയിലെ കട്ടിലിൽ ഏതോ മാഗസിൻ മറിച്ച് നോക്കുകയാണ്. പുറത്തേക്കുള്ള വാതിലിനെ ഫേസ് ചെയ്ത് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കിയിരുന്നു. ഒരു മിന്നായം പോലെയേ ഞാൻ അവളെ കണ്ടുള്ളൂവെങ്കിലും എനിക്കെന്തോ വല്ലാത്ത ഇഷ്ടമായി. ആദ്യമായി ഒരു ഗ്യാസ് പണിക്കാരനായി ഞാൻ അവിടെ എത്തി. അവൾ ഞാനൊരു പണിക്കാരനായിട്ടായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അല്ല, ഒന്നോർത്താൽ അത് നന്നായി. അതുകൊണ്ട് രേവതി ആൻറ്റിയെ നന്നായി സംസാരിക്കാൻ എനിക്ക് കിട്ടി. ഗ്യാസ് കിച്ചൺ സ്ലാബിനടിയിലേക്ക് വെക്കുന്നതിന് മുൻപേ അവിടെ ഒന്ന് അടിക്കട്ടെ എന്ന് പറഞ്ഞ് ചൂലെടുത്ത് ആൻറ്റി അവിടെയെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി. അതിനുശേഷം ഞാൻ ഗ്യാസ് എടുത്ത് അവിടെ ഫിറ്റ് ചെയ്തു കൊടുത്തു. ഗ്യാസ് സെറ്റ് ചെയ്ത് പോരുമ്പോൾ ആതിരയെ പരിചയപ്പെട്ടു. ആൾ സംസാരിക്കാനൊക്കെ മിടുക്കിയാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അത്യാവശ്യം വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും ഞങ്ങൾ സൗഹൃദത്തിലായി. അടുത്ത ദിവസം ഞാൻ പുറത്തു പോയി വരുമ്പോൾ ഒരു 30കാരി വഴിയിൽ നിൽക്കുന്നു. എന്നെ കണ്ടയുടനെ ഹലോ എന്ന് വിളിച്ചവർ. ഞാൻ അടുത്തേക്ക് ചെന്നു. ഇവിടെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി താമസത്തിന് വന്നിട്ടുണ്ടല്ലോ, അവരുടെ വീടറിയോ? കഴിഞ്ഞ ദിവസം ഈ കോളനിയിൽ 2 ഫാമിലികൾ താമസത്തിന് വന്നിട്ടുണ്ട്. അവരിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ ടൗണിൽ കച്ചവടമുള്ള രവിച്ചേട്ടനും ഫാമിലിയുമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ അമ്മയും മോളും മാത്രമാണോ? അതെ, അത് തന്നെ. 2 പേരും കാണാൻ നല്ല സുന്ദരികളാ. ആ സംസാരം കേട്ടപ്പോൾ തന്നെ അവരുടെ ഒരു ക്യാരക്ടർ എനിക്ക് പിടുത്തം കിട്ടി. ചേച്ചിയുടെ ആരെങ്കിലുമാണോ എന്ന് ചോദിക്കാൻ ഭാവിച്ചെങ്കിലും മാഡത്തിൻ്റെ ആരെങ്കിലുമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, മാഡം ഒന്നുമല്ല. ഞാൻ രവിച്ചേട്ടൻ്റെ ബിസിനസ്സിൻ്റെ അക്കൗണ്ട് സെക്ഷൻ നോക്കുന്നവളാ. പേര് ലത. ലത, നല്ല പേര്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. താങ്ക്സ് പറഞ്ഞുകൊണ്ട് അവരെന്നെ നോക്കിയതിൽ എന്തോ എനിക്കൊരു ഡൗട്ട് തോന്നി. എനിക്കവരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു തരൂ. കാണിച്ചു തന്നാൽ പ്രശ്നമുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അയ്യോ സന്തോഷം, എന്നാൽ എൻ്റെ കൂടെ വന്നോ, എൻ്റെ തൊട്ടടുത്ത വീടാ എന്ന് പറഞ്ഞ് ഞാൻ മുന്നേ നടന്നു. എന്താ പേര്? സുശീലൻ. ഓ കൊള്ളാലോ, സുശീലമാണോ എല്ലാം? അതെങ്ങനാ, ശീലങ്ങളെല്ലാം വേണ്ടേ? വേണോ എന്നായി ലത. എന്താ വേണ്ടേ എന്ന് ഞാനും. രവിയേട്ടനും ഇങ്ങനെ ചോദിക്കാറ് എന്നവർ പറഞ്ഞത് ഒന്നും ഓർക്കാതെ ആയിരുന്നെങ്കിലും ആ വാക്കിൽ ഞാൻ കയറി പിടിച്ചുകൊണ്ട് ഉടനെ ചോദിച്ചു. രവിയേട്ടൻ്റെ കുറ്റിയാണല്ലേ? കുറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും രവിയേട്ടൻ്റെ ആളാണല്ലേ എന്നാണ് ചോദ്യമെന്ന് കരുതി തന്നെയാവും ഒരു മറുചോദ്യമായി ഒരു മറുപടി. അതും അങ്ങനെയാണെന്ന് പറയാതെ പറയുന്നൊരു മറുപടിയും. എങ്ങനെ മനസ്സിലായി? ആ മറുചോദ്യം എൻ്റെ ചോദ്യത്തിനുള്ള കൃത്യമുത്തരമായിരുന്നു. രവിയേട്ടനെ രേവതി ചേച്ചി പോരെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. ചേട്ടനൊരു കുറ്റി കാണുമെന്നും ഉറപ്പായിരുന്നു. ദൈവമേ, ഇത്രയൊക്കെ കൃത്യമായി എങ്ങനാ? ഞാൻ മെൻ്റലിസം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചുമ്മാ
ഒരു തള്ളു തള്ളിയതാ, അതേറ്റു. അതാ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കിയതല്ലേ. മെൻ്റലിസം ടി വിയിൽ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ സംസാരിച്ച് വീടെത്തിയപ്പോഴേക്കും ലത വിവാഹിതയാണെന്നും എന്നാലും രവിയേട്ടനെയാണ് ഇഷ്ടമെന്നും ലത പറഞ്ഞു. രേവതി ചേച്ചിക്ക് എല്ലാം അറിയാമെന്നും ചേച്ചിക്കും ഒരാളെ കിട്ടാൻ ആഗ്രഹമുണ്ടെന്ന് കൂടി കേട്ടപ്പോൾ ലതയുടെ നമ്പർ ഞാൻ ചോദിച്ചു. അവരുടനെ നമ്പർ തരികയും ചെയ്തു. രവിച്ചേട്ടൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, രാത്രി ഞാനൊരു കോൾ പ്രതീക്ഷിക്കട്ടെ? എന്താ, എന്നെ വിളിച്ചൂടെ? ലതയെ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല. ലതയെങ്കിലോ? അത് ശരിയാ, ഞാൻ വിളിച്ചോളാം. അന്ന് രാത്രി തന്നെ ലത വിളിച്ചു. ലതയ്ക്ക് രവിച്ചേട്ടനെക്കുറിച്ച് പറഞ്ഞിട്ടും മതിയാകുന്നില്ല. അതൊക്കെ കേട്ട് ഞാൻ വല്ലാത്ത ചിരിയായിരുന്നു. സോറി, വർത്തമാനം പറയാമെന്നല്ലാതെ എന്നെ ഒന്നിനും പ്രതീക്ഷിക്കരുതേ. ഞാൻ രവിയേട്ടനെ മാത്രമാണ്. ഞാനിതുവരെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ലേ? അതെന്താ, ആരെങ്കിലും മനസ്സിലുണ്ടോ? ഇതെന്ത് ചോദ്യമാ? അങ്ങനെയൊന്നും ആരുമില്ല. ലതയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ അവളോട് ചോദിച്ചു. എനിക്ക് ആതിരയെ നോട്ടമുണ്ടെന്ന് മനസ്സിലാക്കിയ ലത അത് തനിക്ക് മനസ്സിലായ മട്ടിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ലതയോട് സംസാരിക്കാൻ നല്ല രസമാണ്. ലതയ്ക്കും അതിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലത എന്നെ സഹായിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ലതയുടെ ഹെൽപ്പുണ്ടെങ്കിൽ ആതിരയെ എനിക്ക് സ്വന്തമായി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. ഒത്താൽ ആതിരയുടെ അമ്മയെയും എനിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. നേരിട്ട് വരണം എന്നതായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻ. ഞാൻ വിളിച്ചപ്പോൾ ലത ഓഫീസിലായിരുന്നു. എന്നാലും എന്നോട് സംസാരിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ലത വരാമെന്നേറ്റു. വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ അവളെ കിട്ടില്ല. അവൾ ഓരോ തിരക്കിലായിരിക്കും. വീട്ടിൽ വന്ന് ഒന്ന് കിട്ടിയാൽ ലതയെയും ഒന്ന് ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിർബന്ധിച്ച് വീഴ്ത്താൻ പറ്റുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ലതയെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ആതിരയാണ്, ആ സുന്ദരിക്കുട്ടിയെ. അവളെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നത് മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആതിരയെ ഞാൻ ഇഷ്ടപ്പെടാനും കഷ്ടപ്പെട്ട് തന്നെ എൻ്റേതാക്കാനും ഞാൻ ശ്രമിച്ചു. ലതയും അതിനെ എന്നോടൊപ്പം തന്നെ കൂട്ടുനിന്നു. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങളെല്ലാം ശുഭകരമായി നടന്നു.